Introduction to Trigonometry exercise 8.1 question number 8. Okay. If 3 cot A is equal to 4, check whether 1 minus tan square A by 1 plus tan square A is equal to cos square A minus sin square A. Okay. Values നമുക്ക് ഓരോ trigonometric ratio കണ്ടുപിടിക്കണം. tan, cos, sin. തന്നിട്ടുള്ള എന്താണ് 3 cot A is equal to 4 നമുക്ക് തന്നിട്ടുണ്ട്. 3 cot A is equal to 4 നമുക്ക് എന്തായിട്ട് എഴുതാം? Cot A is equal to 4 by 3 എഴുതാം. 3 നമ്മൾ 3. ഓക്കെ, ഇനിയിപ്പോൾ സ്റ്റെപ്പ് എന്താ? Draw the figure. ഫസ്റ്റ് വേഗം ഫിഗർ വരക്കാം. എ ബി സി എന്ന് വിളിക്കാം നമുക്ക് ആ ഫിഗറിന്. ആംഗിൾ എ ആണ്. ഓക്കെ, ഇനി cot A is equal to 4 by 3 ഉണ്ട്. cot in terms of sides എന്താണ്? adjacent side ആരാണ്? AB. ആംഗിൾ എന്റെ adjacent side AB, opposite side BC ഉണ്ട്. that is equal to 4 by 3 ആയി. അപ്പം ഇവിടെ എന്താണ്? 4 by 3 റേഷ്യോ ആണ് അല്ലേ? 4 സൈഡ് എന്നല്ല, എ ബി ഈക്വൽ ടു സൈഡ് ഈസ് ഈക്വൽ ടു 4 എന്നല്ല എൻ്റെ അർത്ഥം. അപ്പം നമ്മളൊരു പോസിറ്റീവ് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ആക്ച്വൽ ലെങ്ത് കിട്ടാം. അപ്പോൾ എ ബി, അപ്പോൾ ലെറ്റ് ദറ്റ് പോസിറ്റീവ് നമ്പർ ബി കെ. എ ബി ഈസ് ഈക്വൽ ടു 4K ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ ബി സി ഈസ് ഈക്വൽ ടു 3K ഉണ്ട്. അപ്പോൾ തന്നെ ഫിഗറിൽ എഴുതാം. എ ബി 4K ആയി, 3BC 3K ഉണ്ട്. ഇനി എ സി കണ്ടുപിടിക്കുന്ന അടുത്ത സ്റ്റെപ്പ്. എ സി കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് യൂസ് ചെയ്യും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആരെ യൂസ് ചെയ്യാം? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം. പൈത്തഗോറസ് തിയറം എന്താ അറിയില്ലേ? എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ യൂസിങ് പൈത്തഗോറസ് തിയറം. നമുക്ക് എ സി എന്ന് കണ്ടുപിടിക്കുന്നത് എ ബിയും ബി സി അറിയാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4K സ്ക്വയറും 3K ഹോൾ സ്ക്വയർ. ഓക്കെ, 4 into 4 16K സ്ക്വയർ വരും പ്ലസ് 9K സ്ക്വയർ. എന്തായി? 25K സ്ക്വയർ ആയി. നമുക്ക് കിട്ടിയത് എന്താണ്? എ സി സ്ക്വയർ ആണ്. സോറി, എ സി സ്ക്വയർ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്താ വേണ്ടത്? എ സിനെ വേണം. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25K square, which is equal to root of 25 is 5. K സ്ക്വയറിൻ്റെ റൂട്ട് K ആണ്. ഓക്കെ, അപ്പോൾ എ സിനെ കിട്ടിക്കഴിഞ്ഞ് എ സി 5K ആണ്. അതും കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ പ്രൂവ് ചെയ്യണം. അതിൽ ടാൻ ഉണ്ട്, കോസ് ഉണ്ട്, സൈൻ ഉണ്ട്. അപ്പോൾ എന്താക്കാം? നമുക്ക് അതിനെല്ലാം സെപ്പറേറ്റ് കണ്ടുപിടിക്കാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഓക്കെ, അപ്പോൾ ടാനിനെ കണ്ടുപിടിക്കുക ഫസ്റ്റ്. ടാന് എന്താ? ടാൻ ഇസ് ഓപ്പോസിറ്റ് ബൈ adjacent ആണ്. ഓപ്പോസിറ്റ് എന്താണ്? ബി സി ബൈ എ ബി ആണ്. 3K by 4K. ഓക്കെ, നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 3/4 കിട്ടി. ഇനി എന്തിനാണ്ട്? നമുക്ക് കോസൈനെ കണ്ടുപിടിക്കാം. കോസ് ഈക്വൽ ടു എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ആ സംഭവം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം, എന്നാലേ കിട്ടുന്നു. അപ്പം എ ബി ബൈ എ ബി, 4K by substitute the values of AB and AC by 5K. K gets cancelled. അപ്പോൾ 4/5. ഓക്കെ, ഇനി സൈനും കൂടിയാണ് അല്ലേ? സൈൻ എ ഇസ് ഈക്വൽ ടു സൈൻ ഓപ്പോസിറ്റ് ബൈ ബി സി ബൈ എ സി ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ബി സി എന്താണ്? 3K ആണ്.
AC 5K ഉണ്ട്. KKനെ കളയാം. അപ്പോൾ 3/5 ആയി. നമുക്ക് എല്ലാ സാധനം കിട്ടി. tan കിട്ടി, cos കിട്ടി, sin കിട്ടി. ഓക്കെ, എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Okay. Okay. Next question. 1 plus tan square a by 1 plus tan square. നമുക്ക് ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കണം. നമ്മളിപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തല്ല LHS is equal to 1 minus tan square ചെയ്യാം. 1 minus tan square എന്ന് പറയുമ്പോൾ tan നമുക്ക് 3/4 കിട്ടിയിട്ടുണ്ട്. tan square എന്ന് പറഞ്ഞാൽ tan ഇത് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ആ വാല്യൂസ് ടാനിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സ്ക്വയർ ചെയ്യാം. 1 പ്ലസ് tan സ്ക്വയർ എന്ന് പറയുമ്പോൾ 3/4 വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ട് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്ക്വയർ ചെയ്യാം. നമുക്ക് 9/16 ആയി ഡിവൈഡഡ് ബൈ 1 പ്ലസ് 9/16. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോണ്ടാവും നമുക്ക് ഡിനോമിനേറ്റർ 16 ആക്കണം. അപ്പം 16 മൈനസ് 9/16 ആയി 16 പ്ലസ് 9 ഡിവൈഡ് ബൈ 16 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പം എന്താ 7/16 മൈനസ് 9 7, 16 പ്ലസ് 9 വരുമ്പോൾ 25 അല്ലേ, 7/25 കിട്ടി. ഓക്കെ, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ cos square a മൈനസ് sin square a ഉള്ളു. ഓക്കെ, രണ്ട് സാധനം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. cos square a എന്താണ്? 4/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4/5 ഹോൾ സ്ക്വയറും sin square 3/5 ആണ്. ഓക്കെ, ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി പെട്ടെന്ന് സ്ക്വയർ ചെയ്യാം. 4 സ്ക്വയർ 4 സ്ക്വയർ 16/25 മറ്റേ 3 സ്ക്വയർ 9 9/5 സ്ക്വയർ 25 ആയി. രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്. 25 ഇതാക്കാം. 16 മൈനസ് 9 ഉണ്ട്. 16 മൈനസ് 9 എത്രയാണ്? 7/25. അപ്പം എന്തെത്തി? രണ്ട് സൈഡും സെയിം കിട്ടിയല്ലേ. 7/24. LHS is equal to RHS. Proved. Okay, thank you.